ഒത്തിരി ഫേമസ് ആയിട്ടുള്ള നായകർ, ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ നിരവധി ഫേമസ് ആയിട്ടുള്ള നായകന്മാരുടെ നായികയായിട്ട് അഭിനയിച്ചു. പക്ഷേ ഒരു തിരിച്ചുവരവിൽ പലപ്പോഴും ചേച്ചിക്ക് ഈ അമ്മ വേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൽ ഡിസപ്പോയിൻമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ വീണ്ടും ഒരു നായികയാവാൻ ഇവരുടെയൊക്കെ ഒരു നായികയായിട്ടുള്ള ആഗ്രഹമുണ്ടോ? ആഗ്രഹമില്ലാഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടാവും. കാരണം അതൊരു ശാപം പോലെയാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു ആൾക്കാർ 60s അല്ലെങ്കിൽ 50, 60 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി പണ്ടത്തെ ഹീറോയിൻസ് ആരായാലും അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് അമ്മ റോള് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ റോൾസിലോട്ട് അങ്ങ് അവരെ മാറ്റുകയാണ്. ആരും ഇപ്പോൾ പെട്ടെന്ന് ഒരു ഹീറോയിൻ ആയിട്ട് വരുന്നില്ല. പക്ഷെ മമ്മൂട്ടി, മോഹൻലാൽ ഓഫ് കോഴ്സ് അവർ ഹാർഡ് വർക്ക് കാരണം അവർ ഇന്നത്തെ ഈ പൊസിഷനിൽ എത്തിയിരിക്കുന്നു. പ്ലസ് ദ വേൾഡ് ഇസ് ലൈക്ക് ദാറ്റ്. ഐ തിങ്ക് മെയിൽ ഓറിയന്റഡ് ആണ് ഫിലിംസും മോസ്റ്റ്ലി. അപ്പോൾ അങ്ങനത്തെ പടങ്ങളൊക്കെ വരുമ്പോഴും ആൾക്കാർ അങ്ങനത്തെ പടങ്ങളാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതും എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞത് കേൾക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ മമ്മൂട്ടി, മോഹൻലാലിന് മാത്രമല്ല, ഇപ്പോൾ സുരേഷ് ഗോപിയും വീണ്ടും അഭിനയിക്കുന്നു. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ നായകന്മാരായിട്ട് അഭിനയിച്ച ഞങ്ങൾക്ക് ഹീറോയിൻസ് ആയിട്ട് വരാൻ സാധിക്കാറില്ല. അവർ പറയുന്ന ഒരു ആൻസർ എന്ന് വെച്ചാൽ, നമ്മൾ ചോദിക്കുവാണെങ്കിൽ അവർ പറയുന്നത് ജനം ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന്. പക്ഷെ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. നമ്മളൊരു കൺവിൻസിങ് ആയിട്ട് ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് ആണെങ്കിലും നമുക്കത് കൺവിൻസിങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ റോൾ തീർച്ചയായിട്ടും ജനം ആക്സെപ്റ്റ് ചെയ്യും. അത് നന്നായിട്ട് വരികയും ചെയ്യും. ഇന്നും എനിക്ക് ചിലപ്പോൾ ആലോചിക്കും, നയം വ്യക്തമാക്കുന്ന സെക്കൻഡ് പാർട്ട് എടുത്ത് വിഷ്ണുടൊപ്പം എടുത്താൽ, ഐ മീൻ ഇറ്റ്സ് ലൈക്ക് നമുക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടില്ലല്ലോ. ബട്ട് അങ്ങനെ ആരും വി ആർ നോട്ട് വില്ലിങ് ടു ഡു ഇറ്റ്. ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, മെയിൽ ഓറിയന്റഡ് ആണ് സിനിമ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഇല്ലായില്ല. പണ്ടത്തെ ഞങ്ങൾക്കൊക്കെ കിട്ടിയ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പണ്ടത്തെ പടങ്ങളൊക്കെ ഞങ്ങളുടെ കാണുന്ന കൂടുതലും സ്ത്രീയാണ് കൂടുതൽ ഹീറോയിൻ ഓറിയന്റഡ് ആയിരുന്നു ഞങ്ങളുടെ. അതുപോലത്തെ കഥകളായിരുന്നു കുറേയൊക്കെ, ഫാമിലി ഓറിയന്റഡ് ഫിലിംസ് ആയിരുന്നു. ഇന്നിപ്പോൾ ട്രെൻഡൊക്കെ ചേഞ്ച് ആയി. യങ്സ്റ്റേഴ്സ് കൂടുതൽ പടങ്ങൾ കാണാൻ പോകുമ്പോൾ അവർക്ക് അത്രയും കാണാനുള്ള ക്ഷമയും ഇല്ല. സോ ദേ നീഡ് ദ ഫാസ്റ്റ് ടൈപ്പ് ഓഫ് മൂവീസ്. അപ്പോൾ അങ്ങനത്തെ ഈ ആക്ഷൻ ത്രില്ലേഴ്സൊക്കെ വരുമ്പോൾ അതുപോലത്തെ, അല്ലെങ്കിൽ ചിലപ്പോൾ സെൻസ്ലെസ് കോമഡി ഫിലിംസ് ആയിരിക്കും. അപ്പോൾ അതുപോലത്തെ ഒക്കെ ചിലപ്പോൾ പടങ്ങൾ കാണാനായിരിക്കും അവർക്ക് താല്പര്യം. അപ്പോൾ അങ്ങനത്തെ പടങ്ങളാണെങ്കിൽ ബിസിനസ് മൈൻഡഡ് ആയിരിക്കും. നാച്ചുറലി എവറിബഡി കംസ് ഇൻ ടു ദിസ് ഫീൽഡ് ടു മേക്ക് മണി. അപ്പോൾ ആ രീതിയിൽ അവർ പ്രൊഡ്യൂസേഴ്സും എല്ലാവരും ആ ഒരു ടെൻഷനിലാണ് അവർ പടം എടുക്കുന്നത് തന്നെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അവർ റീസൺസ് പറയുന്നത്. ബട്ട് ട്രെൻഡ് ചേഞ്ച് ആയാൽ വെൽ ആൻഡ് ഗുഡ്. ബിക്കോസ് ക്യാരക്ടർ റോൾസ് ഒരുപാടുണ്ട് വേറെ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അമ്മ ക്യാരക്ടേഴ്സ്. അതെ സർ, ശക്തമായ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ പക്ഷെ ഇപ്പൊ യങ്സ്റ്റേഴ്സിൽ ഇപ്പൊ അങ്ങനെ ആരും സ്റ്റിക്ക് ആവുന്നില്ലല്ലോ. നമുക്കിപ്പോ പടങ്ങൾ, ഇപ്പൊ അനശ്വര വന്നു, മറ്റേ വേറെ ആ കുട്ടി ഉണ്ടായിരുന്നു, മമിത. പക്ഷെ അവർക്ക് അതേ പോയി, തമിഴിലോട്ട് പോയി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ദിസ് ഗേൾസ് ആർ ഗോയിങ് ടു സ്റ്റിക്ക് ഓൺ നമ്മൾ വിചാരിക്കും. പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ അവർ പിന്നെ കാണുന്നത് അവർ തമിഴ് പടം, തെലുങ്ക് പടം അഭിനയിക്കാൻ അങ്ങ് പോയി. ഐശ്വര്യ ഉണ്ടായിരുന്നു, ഐശ്വര്യ പോയി. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനത്തെ യങ് ഹീറോയിൻസും സത്യം പറഞ്ഞാൽ അങ്ങനെ ആരും കണ്ടിന്യൂസ് ആയിട്ട്, നമ്മളിപ്പോൾ പണ്ടിപ്പോൾ ഞങ്ങൾ 5-6 പേരുണ്ട് എന്ന് പറയുന്നത് പോലെ ഇന്ന് അങ്ങനെ ഓർക്കാൻ പറ്റുന്നില്ല. ആരും ഇല്ല അങ്ങനെ. അതങ്ങനെ ഒരു മേ ബി അതുകൊണ്ടായിരിക്കാം അങ്ങനെ. ഇപ്പൊ പാർവതിയും ഒക്കെ പോലെ ആക്ടേഴ്സ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് അവർക്ക് കിട്ടുന്നതും.